ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയം 51-ാം ദശകത്തിൽ അഘാസുരവധവും വനഭോജനവുമാണ് വർണ്ണിക്കാൻ പോകുന്നത്. 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം. 1-ാമത്തെ ശ്ലോകം. കദാചന വ്രജശിശുഭിഃ സമം ഭവാൻ വനാശനേ വിഹിതമതിപ്രകേതരാം സമാവൃതോ ബഹുതരവത്സമണ്ഡലൈഃ സതേ മനൈർനിരഗമതീശ ജേമനൈഃ. അർത്ഥം: ഈശ, എല്ലാവരെയും നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഗുരുവായൂരപ്പ, കദാചന വ്രജശിശുഭിഃ സമം ഭവാൻ, ഒരു ദിവസം ഗോപബാലന്മാരോടുകൂടി അവിടുന്ന് വനാശനെ വിഹിതമതിഃ, ഭക്ഷണം കാട്ടിൽ വെച്ചാവാമെന്ന് നിശ്ചയിച്ച് ബഹുതര വത്സമണ്ഡലൈഃ സമാവൃതഃ, ചുറ്റും വളരെയേറെ പശുക്കിടാങ്ങളുമായി സതേമനൈഃ ജേമനൈഃ, ചോറും കറികളും എടുത്ത് പ്രകേതരാം നിരഗമത്, അതിരാവിലെ പുറപ്പെട്ടു. 2-ാമത്തെ ശ്ലോകം. വിനിര്യതസ്തവ ചരണാംബുജദ്വയാദുതഞ്ചിതം ത്രിഭുവന പാവനം രജ മഹർഷയ പുളകധരൈകളേബരൈർ ഉദൂഹിരേ ധൃതഭവദീക്ഷണോത്സവാ. അർത്ഥം: വിനിര്യതഃ തവ ചരണാംബുജദ്വയാത് ഉദഞ്ചിതം, പുറപ്പെട്ടു പോകുമ്പോൾ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ നിന്നു പൊങ്ങി ത്രിഭുവന പാവനം രജഃ, 3 ലോകവും പരിശുദ്ധമാക്കുന്ന പൊടി, മഹർഷയഃ ധൃതഭവദീക്ഷണോത്സവാഃ, മഹർഷിമാർ അവിടുത്തെ കണ്ട് പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് പുളകധരൈഃ കളേബരൈഃ ഉദൂഹിരേ, രോമാഞ്ചമണിഞ്ഞ ശരീരങ്ങളിൽ ഏറ്റു. പ്രചാരയത്യവിരളശാദ്വലേ തലേ പശൂൻ വിഭോ ഭവതി സമം കുമാരകൈഃ അഘാസുരോന്യരുണദഘായ വർത്തനീം ഭയാനകഃ സപതി ശയാനകാകൃതി. അർത്ഥം: വിഭോ ഭവതി, സർവവ്യാപിയായ ഭഗവാനെ, അവിടുന്ന് അവിരളശാദ്വലേ തലേ, ധാരാളം പുല്ലുള്ള സ്ഥലത്ത്, കുമാരകൈഃ സമം പശൂൻ പ്രചാരയതി, ഗോപകുമാരന്മാരോടുകൂടി പശുക്കിടാങ്ങളെ മേച്ചു നടക്കുമ്പോൾ, ഭയാനകഃ അഘാസുരഃ ശയാനകാകൃതിഃ, ഭയങ്കരനായ അഘാസുരൻ പെരുമ്പാമ്പിൻ്റെ രൂപം ധരിച്ച് അഘായ സപതി വർത്തനീം ഞരുണത്, പാപം ചെയ്യുവാൻ വേണ്ടി പെട്ടെന്ന് വഴി തടഞ്ഞു. 4-ാമത്തെ ശ്ലോകം. മഹാജലപ്രതിമതനോർഗുഹാനിഭപ്രസാരിത പ്രഥിതമുഖസ്യ കാനനേ മുഖോദരം വിഹരണ കൗതുകാദ്ഗതാ കുമാരകാ കിമപി വിദൂരകേ ത്വയി. അർത്ഥം: ത്വയി കിമപി വിദൂരകേ, നിന്തിരുവടി കുറച്ചകലെയായിരിക്കെ, വിഹരണ കൗതുകാത്, കളിക്കുവാനുള്ള കൗതുകത്താൽ, കുമാരകാഃ കാനനെ മഹാജലപ്രതിമതനോഃ ഗുഹാനിഭപ്രസാരിത പ്രഥിതമുഖസ്യ തസ്യ മുഖോദരം ഗതാഃ. കുമാരകാഃ, ഗോപകുമാരന്മാർ, കാനനത്തിൽ, അതായത് കാട്ടിൽ, മഹാജലപ്രതിമതനോഃ, വലിയ മലയോടൊത്ത ശരീരവും, ഗുഹാനിഭ, ഗുഹ പോലെ, പ്രസാരിത പ്രഥിതമുഖസ്യ തസ്യ, വലുതാക്കിയ വായുമുള്ള ആ പെരുമ്പാമ്പിൻ്റെ, മുഖോദരം, വായിലേക്ക്, ഗതാഃ, കടന്നു. പ്രമാദതഃ പ്രവിശതി പന്നഗോദരം ക്വഥത്തനൗ പശുപകുലേ സവാത്സകേ വിതന്നിതം ത്വമപി വിവേശിതഃ പ്രഭോ സുഹൃജ്ജനം വിശരണമാശു രക്ഷിതും. അർത്ഥം: സവാത്സകേ പശുപകുലേ, ഗോപകുമാരന്മാരും
പശുക്കിടാങ്ങളും ആലോചന കൂടാതെ പ്രമാദതഃ പന്നഗോദരം പെരുമ്പാമ്പിൻ്റെ അകത്ത് പ്രവിശതി കടന്ന് വധത്തനൗ ദേഹം ചൂടേറ്റു വെന്തു തുടങ്ങിയപ്പോൾ പ്രഭോ അല്ലയോ ഭഗവാനെ ത്വമപി ഇതം വിതൻ നിന്തിരുവടിയും ഇതറിഞ്ഞ് വിശരണം സുഹൃജ്ജനം തുണയില്ലാത്ത കൂട്ടുകാരെ രക്ഷിക്കുവാൻ ആശു വിവേശിത വേഗത്തിൽ കടന്നു ചെന്നു. 6-ാമത്തെ ശ്ലോകം. ഗളോദരേ വിപുലിതവർഷ്മണാ ത്വയാ മഹോരഗേ ലുഠതി നിരുദ്ധമാരുതേ ദ്രുതം ഭവാൻ വിദളിതകണ്ഠമണ്ഡലോ വിമോചയൻ പശൂൻ വിനിർയയൗ. അർത്ഥം: ഗളോദരേ കഴുത്തിനുള്ളിൽ, ത്വയാ നിന്തിരുവടിയാൽ, വിപുലിതവർഷ്മണാ നിരുദ്ധമാരുതേ തൻ്റെ ദേഹം വലുതാക്കി ശ്വാസം മുട്ടിക്കുകയാൽ, മഹോരഗേ ലുഠതി പെരുമ്പാമ്പ് കിടന്ന് പിടയാൻ തുടങ്ങിയപ്പോൾ, ഭവാൻ അവിടുന്ന്, ദ്രുതം വിദളിത കണ്ഠമണ്ഡലഃ വേഗത്തിൽ അവൻ്റെ കഴുത്ത് പിളർന്ന്, പശൂൻ വിമോചയൻ ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയും പുറത്തേക്ക് അയച്ച്, വിനിർയയൗ താനും പുറത്തു കടന്നു. 7-ാമത്തെ ശ്ലോകം. ക്ഷണം ദിവി ത്വദുപഗമാർത്ഥമാസ്ഥിതം മഹാസുരപ്രഭവമഹോ മഹോ മഹത് വിനിർഗതേ ത്വയി തു നിലീനമഞ്ജസാ നഭസ്ഥലേ നൃതുരഥോ ജഗുസ്സുരാ. അർത്ഥം: മഹാസുരപ്രഭവം മഹത് മഹഹതു അഘാസുരനിൽ നിന്ന് പൊങ്ങിയ വലിയ തേജസ്സാകട്ടെ, ത്വതുപഗമാർത്ഥം ക്ഷണം ദിവി ആസ്ഥിതം അവിടുന്നിൽ നിന്തിരുവടിയിൽ വന്നു ചേരാൻ കുറച്ചുനേരം ആകാശത്തിൽ കാത്തുനിന്ന്, വിനിർഗതേ ത്വയി അഞ്ജസാ നിലീനം അഹോ പുറത്തു വന്ന നിന്തിരുവടിയിൽ ഉടനെ ലയിച്ചു. ആശ്ചര്യം! അഥോ നഭസ്ഥലേ സുരാഹ നൃതുഹു ജഗുഹു അനന്തരം ആകാശത്തിൽ ദേവന്മാർ നൃത്തം വയ്ക്കുകയും പാടുകയും ചെയ്തു. 8-ാമത്തെ ശ്ലോകം. സവിസ്മയൈ കമലഭവാദിഭിഃ സുരൈരനുദ്രുതസ്തദനുഗത കുമാരകൈഃ ദിനേ പുനസ്തരുണദശാമുപേയുഷി സ്വകൈർഭവാനതനുത ഭോജനോത്സവം. അർത്ഥം: തദനു പിന്നീട്, സവിസ്മയൈഹി അത്ഭുതപ്പെട്ട, കമലഭവാദിഭിഃ സുരൈഃ അനുദ്രുതഃ കുമാരകൈഃ ഗതഃ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരാൽ പിന്തുടരപ്പെട്ടുകൊണ്ട് ഗോപകുമാരന്മാരോടുകൂടി പോയ അവിടുന്ന്, ഭവാൻ പുനഃ പിന്നെ, ദിനേ തരുണദശാമുപേയുഷി നേരം ഉച്ചയായപ്പോൾ, സ്വകൈഹി ഭോജനോത്സവം അതനുത തൻ്റെ കൂട്ടുകാരോടുകൂടി സുഖമായി ഊണ് കഴിച്ചു. 9-ാമത്തെ ശ്ലോകം. വിഷാണികാമപി മുരളീം നിതംബകേ നിവേശയൻ കപളധര കരാംബുജേ പ്രഹാസയൻ കളവചനൈ കുമാരകാൻ ബുഭോജിത ധൃതശഗണൈർമുദാനുത. അർത്ഥം: വിഷാണികാം മുരളീം അപി കൊമ്പും ഓടക്കുഴലും നിതംബകേ നിവേശയൻ അരയിൽ തിരുകി, കരാംബുജേ കപളധരഃ കയ്യിൽ ചോറുരുളയെടുത്ത്, കളവചനൈഹി കുമാരകാൻ പ്രഹാസയൻ മധുരങ്ങളായ വാക്കുകൾ പറഞ്ഞ് ഗോപകുമാരന്മാരെ ചിരിപ്പിച്ചുകൊണ്ട്, ബുഭോജിത നിന്തിരുവടി ഊണു കഴിച്ചു. തഥാ അപ്പോൾ, ത്രിദശഗണൈഹി മുദാ ത്വം നുതഃ ദേവന്മാർ
സന്തോഷത്തോടു കൂടി നിന്തിരുവടിയെ സ്തുതിച്ചു. 10ാമത്തെ ശ്ലോകം. സുഖാശനം ത്വിഹ തവ ഗോപമണ്ഡലേ മഖാശനാത് പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുതസ്ത്രിദശവരൈർജഗത്പദേ മരുത്പുരീ നിലയഗതാത് പ്രപാഹി മാം. അർത്ഥം: ഇഹ ഗോപമണ്ഡലേ തവ സുഖാസനം തോ. ഇവിടെ ഗോപന്മാരുടെ നടുവിലിരുന്നു കൊണ്ടുള്ള നിന്തിരുവടിയുടെ സുഖഭക്ഷണമാകട്ടെ ദേവമണ്ഡലേ മഖാശനാത് പ്രിയമിവ, ദേവന്മാരുടെ ഇടയിലിരുന്നു കൊണ്ടുള്ള യജ്ഞഭക്ഷണത്തേക്കാൾ അധികം ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇതി ത്രിദശവരൈഹി സ്തുതഹത്വം എന്നിപ്രകാരം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട നിന്തിരുവടി ജഗത്പദേ ലോകനാഥ മരുത്പുരീ നിലയ മാം ഗതാത് പ്രപാഹി, ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ. ഈ ദശകത്തിൽ വർണ്ണിക്കുന്ന കഥ അഘാസുരവധവും അതുപോലെ ഭഗവാന്റെ വനഭോജനവും ആകുന്നു. സാധാരണയായി രാവിലെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഭഗവാനും മറ്റു ഗോപപാലന്മാരും പശുക്കുട്ടികളെ മേയ്ക്കാൻ പുറപ്പെടുക. പക്ഷേ ഇപ്രാവശ്യം ഒരു ദിവസം ഭഗവാൻ ഭക്ഷണം കാട്ടിൽ ചെന്നിട്ടാവാമെന്നുറച്ച് നേരം പുലരുന്നതിന് മുമ്പ് തന്നെ കൊമ്പ് വിളിച്ച് മറ്റു ഗോപപാലന്മാർക്ക് നേരത്തെ പുറപ്പെടുവാൻ ആജ്ഞ കൊടുത്തു, അല്ലെങ്കിൽ അറിവ് കൊടുത്തു. എല്ലാവരും ചോറും കറികളും ഉറികളിൽ വലസഞ്ചികളിൽ എടുത്ത് ആയിരക്കണക്കിനുള്ള തങ്ങളുടെ പശുക്കുട്ടികളുമായി പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ സർവവ്യാപിയായ ഭഗവാൻ ധാരാളം പുല്ലുള്ള സ്ഥലത്ത് ഗോപകുമാരന്മാരോടുകൂടി പശുക്കിടാങ്ങളെ മേച്ചു നടക്കുമ്പോൾ അവിടേക്ക് ഭയങ്കരനായ അഘാസുരൻ പെരുമ്പാമ്പിൻ്റെ രൂപം ധരിച്ച് വഴിയിൽ അതിമഹത്തായൊരു ഗുഹ പോലെ വായ് പിളർന്ന് കിടന്നു. ഗുഹയെന്ന് കരുതി ഗോപബാലന്മാരും കൃഷ്ണനും വായിൽ കടക്കുമ്പോൾ വായ് കൂട്ടി അമുക്കി കൊല്ലണമെന്നാണ് അഘാസുരൻ്റെ വിചാരം. ഭഗവാൻ കുറച്ചകലെയായിരിക്കെ കളിക്കുവാനുള്ള കൗതുകത്താൽ ഗുഹയാണെന്ന് തെറ്റിദ്ധരിച്ച് വെയിൽ കൊള്ളാതെ സുഖമായി കളിക്കാമെന്ന് കരുതി അഘാസുരൻ്റെ വായിലേക്ക് കടന്നു. ഗോപകുമാരന്മാരും പശുക്കിടാങ്ങളും ആലോചന കൂടാതെ പെരുമ്പാമ്പിൻ്റെ അകത്ത് കടന്ന് ദേഹം ചൂടേറ്റ് വെന്തു തുടങ്ങിയപ്പോൾ ഭഗവാനെ അവിടൊന്നും ഇതറിഞ്ഞ് തുണയില്ലാത്ത കൂട്ടുകാരെ രക്ഷിക്കുവാൻ വേഗത്തിൽ കടന്നു ചെന്നു. ഭഗവാൻ ആ പെരുമ്പാമ്പിൻ്റെ വായിൽ കടന്ന് കഴുത്തിൻ്റെ സ്ഥാനത്ത് ചെന്ന് യോഗശക്തി കൊണ്ട് തൻ്റെ ശരീരം വലുതാക്കി ആ അഘാസുരനെ വീർപ്പുമൊട്ടിച്ച് കൊല്ലുകയാണ് ചെയ്തത്. കഴുത്ത് പിളർന്ന് ആ വഴിക്ക് എല്ലാവരെയും പുറത്തേക്ക് അയക്കുകയും ചെയ്തു. അഘാസുരനിൽ നിന്ന് അതിമഹത്തായ ഒരു തേജസ് പൊങ്ങുന്നതും കുറച്ചുനേരം അത് ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്നതും ഭഗവാൻ സർപ്പശരീരത്തിൽ നിന്നും പുറത്തു വന്നപ്പോൾ ആ തേജസ് ഭഗവാനിൽ ചെന്ന് ലയിക്കുന്നതും കണ്ടപ്പോൾ ദേവന്മാർ അത്ഭുതപ്പെട്ട് ആടാനും പാടാനും തുടങ്ങിയത്രേ. അഘാസുരമോക്ഷം കണ്ട് അത്ഭുതപ്പെട്ട ബ്രഹ്മാദിദേവന്മാർ ആകാശമാർഗത്തിലൂടെ ഭഗവാൻ പോകുന്ന വഴിക്ക് പിന്തുടർന്നു. ഭഗവാനാകട്ടെ ഗോപകുമാരന്മാരോടുകൂടി വേറെ നല്ല സ്ഥലം അന്വേഷിച്ചു പോയി. കാളിന്തി തീരത്തിൽ ചെന്ന പശുക്കിടാങ്ങളെ നല്ല പുല്ലുള്ള സ്ഥലത്ത് കൊണ്ടുപോയാക്കി. എല്ലാവരും കൂടി വട്ടമിട്ടിരുന്ന് തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ചോറും കറികളും എടുത്ത് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയും ചെയ്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് ബ്രഹ്മാവും മറ്റു ദേവന്മാരും ആകാശത്തിലുണ്ടായിരുന്നു. കൊമ്പും ഓടക്കുഴലും അരയിൽ തിരുകി കയ്യിൽ ചോറുരുളയെടുത്ത് മധുരങ്ങളായ വാക്കുകൾ പറഞ്ഞ് ഗോപകുമാരന്മാരെ ചിരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഊണ് കഴിച്ചു. അപ്പോൾ ദേവന്മാർ സന്തോഷത്തോടുകൂടി ഭഗവാനെ സ്തുതിച്ചു. ഇവിടെ ഭഗവാന് ഗോപകുമാരന്മാരുടെ നടുവിലിരുന്നു കൊണ്ടുള്ള സുഖഭക്ഷണം ദേവന്മാരുടെ ഇടയിലിരുന്നു കൊണ്ടുള്ള യജ്ഞഭക്ഷണത്തേക്കാൾ അധികം പ്രിയമാണെന്ന് തോന്നുന്നു എന്ന്
ഇപ്രകാരം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ഭഗവാനെ, ലോകനാഥ ഗുരുവായൂരപ്പ, എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ.